എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പടിയൂർ, അതായത് അല്ലെങ്കിൽ കുയിലൂർ. ഈ സ്ഥലം വരുന്നത് ശ്രീകണ്ഠാപുരം ഇരിട്ടി റൂട്ടിൽ വരുമ്പോഴാണ്. ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേര് പടിയൂർ എന്നാണ്. കുറച്ചും കൂടി മുമ്പുള്ള സ്ഥലമാണ് കുയിലൂർ. അവിടെ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബസ് അപകടമൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് കുട്ടികളൊക്കെ മരിച്ചല്ലോ. അതേ സ്ഥലമാണിത്. അവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വന്നതിന് ശേഷം പൂവം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ഉള്ളോട്ട് കയറി വരാൻ വേണ്ടി റോഡുണ്ട്. അപ്പോൾ പുതിയ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇതുണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ടുണ്ടാക്കിയ റോഡുകളൊക്കെയാണ്. കുറച്ച് ഭാഗം ടാറിട്ടുകൊണ്ടിരിക്കുന്നു. കുറേ പൊളിഞ്ഞ് കിടക്കുന്നു. ഇത് ഒരുപാട് വർഷങ്ങളായി ഇതിങ്ങനെ പണിയാൻ തുടങ്ങിയിട്ട്. ക്യാമ്പർ വൺ ടൂറിസം അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നടന്ന് കണ്ടാൽ കൊള്ളാം. ഇവിടെ നല്ല ഡാമാണ്. നല്ല ഒരു സ്ഥലമാണ്. വൈകുന്നേരവും രാവിലെയും വന്നിരിക്കാൻ പറ്റിയ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് തോന്നുന്നു ഭാവിയിൽ ഇവിടെ വരുന്ന ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടായിരിക്കണം, എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഇവിടെ ക്യാമ്പർ വൺ ടൂറിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊന്നും പറയാൻ പറ്റത്തില്ല, പിന്നീട് പൂട്ടിപ്പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ തൊട്ട് ഇനി നല്ല സ്ഥലമാണ് അങ്ങ് ഉള്ളോട്ട് പോകുന്നവരും. ഇതിൻ്റെ താഴെ ഉള്ളത് പഴശ്ശി ഡാമാണ്. പഴശ്ശി ഡാമിൻ്റെ ഷട്ടർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം വെള്ളം കയറും. ഇങ്ങോട്ട് കയറത്തില്ല, കുറച്ചും കൂടി മുമ്പോട്ട് ചെല്ലുമ്പോഴേക്കും. ഞാൻ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ, ഇപ്പം ശ്രീകണ്ഠാപുരം ഇരിട്ടി റൂട്ടിലൊക്കെ പോകുമ്പോൾ ഇതിലേക്ക് കയറി നോക്കിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ നല്ല ഫോറസ്റ്റും തുള്ളി കൂടെ പോകുന്ന പോലെയാണ്. ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറും കേട്ടോ. ഇവിടം വരെ മാക്സിമം ലെവലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടം വരെ കയറും. അല്ലെങ്കിൽ ഈ റോഡ് മാത്രം ഇങ്ങനെ ഉണ്ടാവും. നമ്മൾക്ക് കുറച്ച് കുറച്ചിനും മുമ്പാശം ഭാഗത്തും ഇപ്പം ഇവിടെ കാണുന്നുണ്ടല്ലോ ഈ തെളിഞ്ഞ സ്ഥലം, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വരെ വെള്ളം കയറി കിടക്കും. മൊത്തത്തിൽ ഈ ഭാഗം വരെ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വെള്ളമില്ലാത്ത സമയം എന്ന് പറയുന്നത് മഴക്കാലങ്ങളിൽ, മഴ തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല ഒഴുക്ക് വരുമ്പോഴേക്കും ഇവർ ഷട്ടർ ഓപ്പൺ ചെയ്യും. അതിനുശേഷം മഴ ഏകദേശം ഒന്ന് മാറി വരുമ്പോഴേക്കും ഷട്ടർ ക്ലോസ് ചെയ്യും. ഇപ്പോഴൊക്കെ ഇത് ക്ലോസ്ഡ് ആണ്. ഇവിടെയൊക്കെ വെള്ളമാണ്. ഇത് ഞാൻ ഒരു മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, രാവിലെയും വൈകുന്നേരം വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല ഉച്ച സമയങ്ങൾ അല്ലാത്ത സമയങ്ങളിലൊക്കെ നല്ല കട്ട ചൂടായിരിക്കും ഇവിടെ. ദൂരെ ആ കാണുന്ന ഒരു ബിൽഡിങ്ങാണ് ഇത്. പഴശ്ശി ജലവൈദ്യുതി അല്ലല്ലോ, ജലവിതരണ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. ഇവിടുന്നാണ് പല ഭാഗങ്ങളിലോട്ടും വെള്ളമൊക്കെ കൊണ്ടുപോകാറുണ്ട്. എന്തായാലും നല്ലൊരു സ്ഥലമാണ്. ഞാനിപ്പം ഏകദേശം നട്ടുച്ചയ്ക്കാണ് ഇതിലേക്ക് പോകുന്നത്. നല്ല അന്യായ ചൂടാണ് ഇവിടെ. രാവിലെയും വൈകുന്നേരമൊക്കെ വരുവാണെങ്കിൽ ഒരു ജസ്റ്റ് നല്ലൊരു ക്ലൈമറ്റൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഷട്ടർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം വെള്ളമായിരിക്കും. ഇതിൽ ഒന്നും കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. കണ്ടല്ലോ, നമ്മൾ ആ കാടിൻ്റെ അവിടെ വരെ വരാൻ പറ്റത്തുള്ളൂ. അതിന് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റത്തില്ല. പിന്നെ അത്ര നല്ല പരിചയമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിലൂടെ നടന്നു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നടന്നൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുഴിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കുഴി എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അപ്പുറം സൈഡ് ഭാഗങ്ങളിലോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. കുഴി എന്ന് പറയുകയാണെങ്കിൽ കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഈ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അങ്ങോട്ടെങ്ങാനും നമ്മൾ അറിയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര താഴ്ചയുള്ള സ്ഥലമാണ്. ശ്രദ്ധിച്ചൊക്കെ വരിക. വെള്ള സമയങ്ങളിൽ വണ്ടിയൊന്നും ഇറക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ മറുഭാഗത്തും കൂടി നേരെ ഓപ്പോസിറ്റ് സൈഡ് അതുവഴി നമുക്ക് കയറി വരാവുന്നതാണ്. അതിൽ 2 വീലർ മാത്രമേ ഇറങ്ങി വരത്തുള്ളൂ. ഇതുണ്ട്, ഇവിടെയൊക്കെ നമുക്ക് ഈ സൈഡിലോട്ട് റോഡേ ഇല്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത റോഡാണ്. ഇപ്പോഴും കുറച്ചെങ്കിലും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചെങ്കിലും അല്ല, ഒരുപാടൊന്നും പൊട്ടിപ്പൊളിഞ്ഞിട്ടൊന്നുമില്ല. കാലത്ത് പണിതാണെങ്കിലും റോഡായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട്.
ഇനി ആ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ ഒരു കൗണ്ടറൊക്കെ പണിയണം കണ്ടല്ലോ. അതൊക്കെ പണിതതിന് ശേഷം ഇവിടെ പലതരത്തിലുള്ള ടൂറിസമൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അതൊക്കെ നോക്കാം നമുക്ക് ഭാവിയിൽ എന്താവുമെന്ന്. ഇവിടെ മീനെ പിടിക്കാനൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വരും. ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ വന്നിരുന്ന് മീനെ പിടിക്കാവുന്നതാണ്. ഇവിടെ കുറച്ച് നമുക്ക് ഈ സൈഡിൽ കൂടെ പോകും, അപ്പുറ സൈഡിൽ കൂടെ പോകാൻ പേടിയാണ്. അത് ഭയങ്കര അവിടെ ഇടിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. നല്ല ആഴമുണ്ട്, നമ്മൾ കാണുന്നില്ലല്ലോ, നല്ല താഴോട്ടാണ് പോകുന്നത്. വെള്ളം കയറുമ്പോൾ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. ഇവിടെ മൊത്തം വെള്ളം. ഇതിനൊക്കെ മുകളിൽ നമ്മൾ ഈ റോഡ് മൂടി ഇതിന് മുകളിൽ വെള്ളം വരും. ഇവിടെ ഓപ്പൺ ആണെങ്കിൽ മാത്രമേ ഇത്രയും കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് ഇത് ക്രോസ് ചെയ്ത് ഇതിൻ്റെ റൈറ്റിലോട്ടൊരു വഴി ഉണ്ടല്ലോ, ആ റൈറ്റിലോട്ട് കയറുവാണെങ്കിൽ നമുക്ക് മെയിൻ റോഡിൽ എത്തിച്ചേരാൻ പറ്റും. അവിടെ കുറച്ച് റിസ്ക്കാണ് ടൂ വീലർ ഇറക്കാനും കയറ്റാനൊക്കെ. നമുക്കെന്തായാലും ഈ ഡാമിൻ്റെ ഇതിലേ നേരെ മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു വഴിയുണ്ട്, അതിലേ നമുക്ക് മെയിൻ റോഡിലോട്ട് കയറാം. ആ പാലത്തിൻ്റെ അവിടെ നമുക്ക് നേരെ മുമ്പോട്ട് പോയി നോക്കാം. ഇവിടെ എന്തോ പണി നടക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് രണ്ടാമത് ഒരു പമ്പ് ഹൗസും കൂടി തുടങ്ങാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, അല്ലെങ്കിൽ ഈ റോഡ് നേരെ പോയി മെയിൻ റോഡിൽ കയറുമായിരുന്നു. അപ്പോഴും ഞാൻ ഇതിലെ വന്നപ്പം ജസ്റ്റ് മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്തതാണ്. എന്തായാലും നല്ല രസമുണ്ട് കാണാനൊക്കെ, ആകാശമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അന്യായ ചൂടാണ്, ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ്. അപ്പം വരുന്നവർ രാവിലെയും വൈകുന്നേരമൊക്കെ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക.